ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെ പുറത്താക്കിയിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു കാണും. ഈ ഇടയ്ക്കാണ് ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെ പുറത്താക്കിയത്. പകരം ഏത് കോച്ച് വരും എന്നുള്ള ചോദ്യത്തിലാണ് ഇപ്പോൾ ആരാധകരും മറ്റുള്ളവരുമൊക്കെ. ആരാധകർക്ക് അത്ര ഇതില്ല. കാരണം എന്ന് വെച്ചാൽ പുതിയ കോച്ച് വന്നിട്ടും വലിയ കാര്യമില്ല, ഈ ക്ലബ്ബ് മാറിയേ പറ്റൂ എന്ന് കൃത്യമായി കൊണ്ട് മഞ്ഞപ്പട വരെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു കോച്ചിനെങ്കിലും കൊണ്ടുവരാൻ മാനേജ്മെൻറ്റ് സഖികെട്ട് നോക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ 3 പേര് കുറച്ച് അപ്ഡേറ്റുകൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഷൈജു ദാമോദരൻ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലയാളം കമൻട്രി ISL ചെയ്യുന്ന ഒരാളാണ് ഷൈജു. അപ്പം എല്ലാവരും പ്രിയങ്കരനാണ്. അപ്പോൾ ആൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ മുഹമ്മദൻസിന് മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെ അറിയിക്കുമെന്നുള്ള കാര്യമാണ് ഷൈജു ദാമോദരൻ എന്നിട്ട് യൂട്യൂബ് വീഡിയോയിൽ കൂടി പറഞ്ഞത്. പിന്നെ ആശിഷ് നേഗി പറഞ്ഞത്, മറ്റൊരു പ്രമുഖ ഒരു സ്പോർട്സ് ജേർണലിസ്റ്റാണ് ആശിഷ് നേഗി. അപ്പോൾ ആശിഷ് നേഗി പറഞ്ഞതെന്ന് വെച്ചാൽ KL നവുവിൻ്റെ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റാണ് ആശിഷ് നേഗി. പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ വർക്കിംഗ് നല്ലപോലെ നടക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് കൃത്യമായി കൊണ്ട് കോച്ചിനെ മേടിക്കാനുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഇൻ്റർവ്യൂവും കാര്യങ്ങളും കഴിഞ്ഞു എന്നാണ് ആശിഷ് നേഗി പറഞ്ഞത്. അതുപോലെ തന്നെ പ്രമുഖ സ്പോർട്സ് എഡിറ്റർ, ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററായ മാർക്കസ് മെർഗലാവോ പറഞ്ഞത്, ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിൽ നോക്കാം എന്ന് വെച്ചാൽ മുഹമ്മദൻസുമായിട്ട് കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിൽ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ് മാർക്കസ് മെർഗലാവോ ഇവിടെ പറയുന്നത്. അപ്പോൾ കുറേ കോച്ചുമാരെ പേരൊക്കെ നിങ്ങൾ കേട്ട് കാണും. ആൻ്റോണിയോ ലോപ്പസ് അബ്ബാസ്, അതുപോലെ സെർജിയോ ലുബേറ, ഡസ് ബെക്കിങ്ങാം. അപ്പോൾ ഇതിൽ സാധ്യത 2 പേരും ഇല്ലെന്ന് കൃത്യമായി കൊണ്ട് ഷൈജു ദാമോദരൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അബ്ബാസിൻ്റെ കാര്യവും സെർജിയോ ലുബേറയും ഇല്ലെന്ന് കൃത്യമായി കൊണ്ട് ഷൈജു ദാമോദരൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡസ് ബെക്കിങ്ങാമിൻ്റെ കാര്യം അത്ര ഇതായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ആ ഒരു അപ്ഡേറ്റ് വരാൻ